തരം തിരുവേദം മനസമോദ വികാസം. റീബിൽഡ് യുവർ ചർച്ച് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ പരമ്പരയിലൂടെ നമ്മൾ പഠിച്ചു വരുന്നത് പ്രാദേശിക സഭകൾ നേരിടുന്ന പ്രതിസന്ധികളും അതിൻ്റെ പരിഹാര മാർഗങ്ങളുമാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അധികാരത്തിന് വേണ്ടി, സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരങ്ങൾ ക്രൈസ്തവ സഭകളെ ഏതെല്ലാം നിലയിൽ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അധികാരം മനുഷ്യനെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലോർഡ് ആക്ടൺ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ചരിത്രകാരനും ഒരു രാഷ്ട്രീയ ചിന്തകനുമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ 1887 ഒരു ആംഗ്ലിക്കൻ ബിഷപ്പിനെ അയച്ച കത്തിൽ പരാമർശിച്ച ഒരു വാചകം ഇതാണ്: പവർ കറപ്റ്റ്സ്, ആബ്സല്യൂട്ട് പവർ ആബ്സല്യൂട്ട്ലി. അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കുന്നു, പരമാധികാരം പരമമായി ദുഷിപ്പിക്കുന്നു. ഷേക്സ്പിയറിൻ്റെ പ്രസിദ്ധമായ ഒരു കഥയാണ്, നാടകമാണ് മാക്ബത്ത്. ഡങ്കൻ രാജാവിനെ മാക്ബത്ത് വധിക്കാനുള്ള കാരണം അദ്ദേഹത്തു നിന്നും അധികാരം പിടിച്ചെടുക്കുക എന്നുള്ള ആ ലക്ഷ്യമായിരുന്നു. പോപ്പ് സെർജിയസ് മൂന്നാമൻ തൻ്റെ മുൻഗാമികളായ 2 പോപ്പുമാരെ വധിച്ചത് തനിക്ക് ലഭിച്ചിട്ടുള്ള പോപ്പെന്ന ആ സ്ഥാനത്തെ ബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. അധികാരം മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാധീനമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആദ്യത്തെ പാപം എന്ന് പറയുന്നത് അനുസരണക്കേടാണെന്നാണ് പൊതുവെ നമ്മൾ ചിന്തിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ ഹൗവയെ സമീപിച്ച സാത്താൻ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: ഈ ഫലം ഭക്ഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഒരുപക്ഷെ ആദ്യത്തെ പാപം ഏതാണ് എന്ന് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചാൽ ഞാൻ പറയും, ആദ്യത്തെ പാപം എന്ന് പറയുന്നത് മോഹമായിരുന്നു. അധികാരം നേടുവാനുള്ള, സ്ഥാനം നേടുവാനുള്ള ആ ആഗ്രഹമായിരുന്നു. ദൈവത്തെ പോലെയാകുക എന്നുള്ള ആ ആഗ്രഹമാണ് അനുസരണക്കേട് കാണിക്കുവാൻ ഹൗവയെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് സത്യം. യെശയ്യാവിൻ്റെ പ്രവചനം 14-ാം അധ്യായത്തിൽ ചെല്ലുമ്പോൾ അവിടെ ദൂതൻ്റെ വീഴ്ചയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ അത്യുന്നതനോട് സമനാകും. അപ്പം അവിടെയും സ്ഥാനത്തിനു വേണ്ടി, അധികാരത്തിനു വേണ്ടി, ദൈവവുമായിട്ടുള്ള ഒരു തുല്യതയ്ക്ക് വേണ്ടി ഉള്ള ആ മത്സരമായിരുന്നു, ആ ആഗ്രഹമായിരുന്നു, അധികാരമോഹമായിരുന്നു, അല്ലെങ്കിൽ സ്ഥാനമോഹമായിരുന്നു ദൂതൻ്റെ വീഴ്ചയുടെ കാരണം എന്നുള്ളത് നമുക്കറിയാം. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ, ഒരു മനുഷ്യനായി വന്ന സന്ദർഭത്തിൽ, മനുഷ്യൻ അധികാരത്തിന് വേണ്ടി ഏത് ക്രൂരമായ കാര്യങ്ങളും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നത്. പലസ്തീനിൽ, പ്രത്യേകിച്ചും യഹൂദയിൽ അന്നത്തെ രാജാവ് മഹാനായ ഹെരോദാവായിരുന്നു. അതുപോലെ റോമിൻ്റെ അന്നത്തെ രാജാവ് അഗസ്റ്റസ് സീസർ ആയിരുന്നു. അപ്പം അധികാരം മനുഷ്യനെ എത്രമാത്രം മത്തനാക്കുന്നു. മറ്റൊരു ആശയത്തിൽ പറഞ്ഞാൽ മദ്യവും മയക്കുമരുന്നും പോലെ മനുഷ്യനെ ബാധിക്കുന്ന, അല്ലെ അവനെ ലഹരി പിടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് അധികാരം, അല്ലെങ്കിൽ പദവി, സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലേക്ക് വിദ്വാൻമാർ വന്ന് അവർ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയാണ്? ആ ചോദ്യത്തിൻ്റെ മുൻപിൽ ഹെരോദാവ് നടുങ്ങുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. 2 വയസ്സും അതിന് താഴെയും പ്രായമുള്ള സകല ആൺകുട്ടികളെയും വളരെ നിഷ്ഠൂരമായ നിലയിൽ ഹെരോദാവ് വധിക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത് തൻ്റെ അധികാരം നഷ്ടപ്പെടും എന്നുള്ള ആ ഭയമായിരുന്നു. അതുപോലെ ഹെരോദാവിനെ കുറിച്ച് വായിക്കുന്നത്, തൻ്റെ ഭാര്യയായിരുന്ന മറിയാന്മയെ ഹെരോദാവ് വധിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തൻ്റെ അധികാരം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ആ ആശങ്കയുടെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പോൾ ലോകം അധികാരത്തിന് നൽകുന്ന ആ സ്ഥാനത്തേക്കാൾ വ്യത്യസ്തമായ ഒരു സ്ഥാനമാണ് കർത്താവ് അധികാരത്തിന്, പദവിക്ക്, സ്ഥാനത്തിന് നൽകിയത് എന്നാണ് വേദപുസ്തകത്തിലേക്ക് ചെല്ലുമ്പോൾ, ക്രിസ്തുവിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ
കർത്താവ് നേതൃത്വത്തെ സംബന്ധിച്ച് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് ഇങ്ങനെയാണ്: ഞാൻ വന്നത്, മനുഷ്യപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നത് ശുശ്രൂഷ ഏൽക്കാനല്ല, ശുശ്രൂഷിപ്പാനും തൻ്റെ ജീവനെ മറുവിലയായി നൽകുവാനും അത്രേ വന്നത് എന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ യേശുക്രിസ്തു അന്ന് വരെ ഉണ്ടായിരുന്ന നേതൃത്വത്തിന്റെ, പദവിയുടെ, അധികാരത്തിന്റെ ആ നിർവചനം മാറ്റിമറിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്: ഞാൻ സേവിപ്പാൻ വന്നതാണ്, ഞാൻ ദാസനായിരിക്കാൻ വന്നതാണ്, മറ്റൊരു ശുശ്രൂഷിപ്പാൻ വേണ്ടി വന്നതാണ്. അത് മാത്രമല്ല, ഞാൻ മനുഷ്യവർഗത്തിനു വേണ്ടി ജീവനെ മറുവിലയായി നൽകുവാൻ വേണ്ടി കൂടി വന്നതാണ്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഫിലിപ്പ്യ സഭയുടെ പ്രതിസന്ധിക്ക്, ഭിന്നതയ്ക്ക് പരിഹാരമായി പൗലൂസ് നിർദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിന്റെ പാപമായിരുന്നു. പൗലൂസ് അത് 2-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്: ക്രിസ്തുവേശുള്ള പാപം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്നിട്ട് അവിടെ പൗലൂസ് പറയുകയാണ്, അവൻ ദൈവമായിരുന്നു, അവൻ ആ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലാക്കി വന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ യേശുക്രിസ്തു ശുശ്രൂഷിപ്പാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് മനുഷ്യന് വേണ്ടി മറുവിലിയായി തന്റെ ജീവനെ നൽകുവാൻ വേണ്ടി വന്നപ്പോൾ കർത്താവിന്റെ സ്ഥാനത്തെക്കുറിച്ചാണ് അവിടെ പൗലൂസ് പറയുന്നത്. ക്രിസ്തുവിന്റെ ആ മനസ്സ്, അധികാരത്തോടുള്ള ബന്ധത്തിൽ ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ യേശുക്രിസ്തു ഒരു മനുഷ്യനായി, ഒരു ദാസനായി തീർന്നു. അപ്പൊ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു, തൻ്റെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ഒരു ദാസനായി, ഒരു മനുഷ്യനായിട്ട് അവൻ ഈ ഭൂമിയിൽ വന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ ഇടയിലും നേതൃത്വത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു. തങ്ങൾ ആരാണ് വലിയവൻ എന്നുള്ള ഒരു മത്സരം, തർക്കം കർത്താവിന്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മളെ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ സെബെദീപുത്രന്മാരുടെ അമ്മ വന്ന് തൻ്റെ 2 ആൺമക്കൾക്ക് വേണ്ടി കർത്താവിനോട് ശുപാർശ ചെയ്യുന്നതും അധികാരത്തിനു വേണ്ടിയുള്ള ബന്ധത്തിലാണ്, അല്ലെങ്കിൽ സ്ഥാനത്തോട് ബന്ധപ്പെട്ടാണ്. നീ നിന്റെ രാജ്യത്തിൽ വരുമ്പോൾ ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തും ഇരുത്തണം. അപ്പൊ പക്ഷെ കർത്താവ് ഈ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ വളരെ വ്യക്തമായ ഒരു സത്യം പറഞ്ഞത്: നിങ്ങൾ ഒരു കാരണവശാലും ലോകത്തിൽ നിങ്ങൾ കാണുന്ന ആ നേതൃത്വം അത് നിങ്ങൾ അനുകരിക്കരുത് എന്ന കർത്താവ് ശിഷ്യന്മാരോട് പറയുകയുണ്ടായി. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായത്തിൽ: നിങ്ങളിൽ ഒന്നാമനാകാൻ ഇച്ഛിക്കുന്നവൻ എല്ലാം നിങ്ങളുടെ ദാസൻ ആകണം. അപ്പൊ യേശുക്രിസ്തു ഈ ദാസ മനോഭാവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ദാസ നേതൃത്വത്തോടുള്ള ബന്ധത്തിൽ ഒരു സെർവൻ ലീഡർ എന്ന നിലയിൽ കർത്താവ് ചില സത്യങ്ങൾ പഠിപ്പിക്കുക മാത്രമായിരുന്നില്ല, കർത്താവ് അത് പ്രായോഗികമാക്കി തൻ്റെ ജീവിതത്തിലൂടെ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം വായിക്കുമ്പോൾ ദാസന്മാരുടെ പാദത്തെ കഴുകുന്ന, അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ പാദത്തെ കഴുകുന്ന ഒരു ഗുരുവിനെ, ഒരു നേതാവിനെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഈ കാര്യമാണ് ഒരു സഭയുടെ ഭിന്നതയ്ക്ക് പരിഹാരമായി, തങ്ങൾ ആരാണ് എന്നുള്ള ആ വലിയവനെന്നുള്ള ആ ചിന്തയ്ക്കോടുള്ള ബന്ധത്തിലൊക്കെ പരിഹാരമായി പൗലോസ് നിർദ്ദേശിക്കുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സ്, താഴ്മയുള്ള മനസ്സ്, ദാസനാകാനുള്ള മനസ്സ്, മറ്റുള്ളവരെ സേവിപ്പാനുള്ള മനസ്സ്, ആ മനസ്സ് നിങ്ങൾക്കുണ്ടാകണം എന്നാണ് പൗലോസ് പറയുന്നത്. അതുപോലെ 2 കൊരിന്ത്യർ 4-ന്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പൗലോസ് കൊരിന്ത്യയിലെ വിശ്വാസികളോട് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്. സേവനത്തോടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷയുടെ ബന്ധത്തിൽ പൗലോസ് പറയുകയാണ്: ക്രിസ്തുയേശുവിനെ കർത്താവ് എന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ ഞങ്ങളെ പ്രസംഗിക്കുന്നത്. അപ്പൊ അപ്പോസ്തലന്മാർ പറയുകയാണ്, അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാണ്, നിങ്ങളുടെ അടിമകളാണ്. അപ്പൊ ഈ ദാസ മനോഭാവം, ഈ നേതൃത്വത്തെ സംബന്ധിച്ചുള്ള, പദവിയെ സംബന്ധിച്ചുള്ള ഈ പ്രമാണം പൗലോസിനെ ലഭിച്ചത് യേശുക്രിസ്തുവിലൂടെയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇന്ന് സഭയെ പരിപാലിക്കുന്ന, സഭയുടെ നേതൃത്വത്തിലുള്ള ഓരോ ലീഡേഴ്സും, മൂപ്പന്മാരും പാസ്റ്റേഴ്സായിട്ടുള്ള വ്യക്തികളും സുവിശേഷന്മാരായിട്ടുള്ള വ്യക്തികളും അതുപോലെ വൈദികന്മാരായിട്ടുള്ള വ്യക്തികളും, സഭയെ നയിക്കുന്ന, ദൈവത്തിൻ്റെ ആടുകളെ നയിക്കുന്ന ഏതൊരു നേതാവും ചിന്തിക്കേണ്ടത്: ഞാൻ ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ദാസനാണ്, ഞാനൊരു അടിമയാണ്, എൻ്റെ ഗുരുവായിട്ടുള്ള, എൻ്റെ യജമാനനായ യേശുക്രിസ്തു ഈ നിലയിലായിരുന്നു ജനത്തോടുള്ള ബന്ധത്തിൽ പ്രവർത്തിച്ചത് എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഒരു അടിമയായിട്ട്, ഒരു ദാസനായിട്ട് കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചു എന്നാണ് വായിക്കുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും അപ്പോസ്തലനായ പൗലോസ് ഈ അപ്പോസ്തലത്വത്തെ സംബന്ധിച്ച്, തൻ്റെ നേതൃത്വത്തെ സംബന്ധിച്ച്
പൗലോസ് പറയുന്ന ഒരു വാക്ക് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ദൈവം സഭയ്ക്ക് ദാനങ്ങളെ നൽകിയത് അവിടെ എങ്ങനെയാണ് നാം വായിക്കുന്നത്? അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരുമായി നിയമിച്ചിരിക്കുന്നു. അപ്പൊ ഈ സ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ ഈ വരങ്ങളുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് അതിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്ക്. അപ്പൊ ശുശ്രൂഷ, വേല. അപ്പൊ നേതൃത്വം എന്ന് പറയുന്നത്, പദവി എന്ന് പറയുന്നത്, ഒരു പാസ്റ്റർ എന്ന ആ സ്ഥാനം എന്ന് പറയുന്നത് ഇത് കേവലം ഒരു ഓഫീസ് മാത്രമല്ല, ഒരു പദവി മാത്രമല്ല, ഇത് വേലയാണ്, ഇത് ശുശ്രൂഷയാണ്. ഇത് വ്യക്തമായി ഓരോ സഭയുടെ നേതാവും തിരിച്ചറിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. 1 തിമോഥെയോസ് 3-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നത്, ഒരുവൻ അധ്യക്ഷസ്ഥാനം കാക്ഷിക്കുന്നു എങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു. അപ്പൊ 2 പദം അവിടെ ശ്രദ്ധിക്കുക ആ വാക്യത്തിൽ. 1 തിമോഥെയോസ് 3-ന്റെ 1-ാമത്തെ വാക്യം, ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ, ഇതൊരു സ്ഥാനമാണ്. അടുത്ത വാക്ക് പറയുകയാണ്, അവൻ നല്ല വേല ആഗ്രഹിക്കുന്നു. അപ്പൊ ഇതൊരു സ്ഥാനമായി പരിഗണിക്കുന്ന ആ ഒരു പ്രശ്നമാണ് ഇന്ന് ക്രൈസ്തവ സഭകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇന്നത്തെ മത്സരം എന്ന് പറയുന്നത് ഈ സ്ഥാനത്തേക്ക് വരാനുള്ള ഒരു മത്സരമാണ്. എനിക്ക് പാസ്റ്റർ ആകണം, എനിക്ക് മൂപ്പനാകണം, എനിക്ക് സെക്രട്ടറി ആകണം, എനിക്ക് പ്രസിഡന്റ് ആകണം. അതിനുവേണ്ടിയുള്ള വലിയൊരു മത്സരമാണ് ഈ കാലഘട്ടങ്ങളിൽ ക്രൈസ്തവ സഭയുടെ സാക്ഷ്യത്തെ കളങ്കപ്പെടുത്തുന്നത്. ക്രൈസ്തവ സഭയുടെ വളർച്ചയെ തടയുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ അധികാരത്തിന് വേണ്ടിയുള്ള തമ്മിലുള്ള മത്സരങ്ങളാണ്. അപ്പൊ അവിടെ പൗലോസ് പറയുകയാണ്, ഇതൊരു സ്ഥാനവുമാണ്, അത് നല്ല വേലയുമാണ്. ഇന്നത്തെ പ്രശ്നം, പല ആൾക്കാർക്കും സ്ഥാനം വേണം. സഭയിൽ എന്ത് ചെയ്യണം? എനിക്ക് മൂപ്പനാകണം, എനിക്ക് ലീഡർ ആകണം, എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് സഭയുടെ ഇടയനായി മാറണം, നേതാവായി മാറണം. പക്ഷെങ്കിൽ അനേക ആൾക്കാരെ സംബന്ധിച്ച്, ഇങ്ങനെ ആഗ്രഹിക്കുന്ന അനേക വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് ആർക്കും വേല വേണ്ട, ശുശ്രൂഷ വേണ്ട. ദൈവവചനം പഠിക്കണം, പഠിപ്പിക്കണം, അതുപോലെ ദൈവത്തിന്റെ ജനത്തെ പരിപാലിക്കണം, അതുപോലെ അവരുടെ വീടുകളിലേക്ക് പോകണം, അവരെ ശുശ്രൂഷയിലെ സഹായിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. കേവലം എനിക്ക് സഭയുടെ ഒരു ഇടയനായിട്ട് എന്ത് ചെയ്യണം? ഒരു നേതാവായിട്ട് ആ സ്ഥാനം വഹിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ള ചിന്തയാണ് അനേക ആൾക്കാരെ ഈ കാലഘട്ടങ്ങളിൽ ഭരിക്കുന്നത്. മുഖ്യ ആസനത്തിന് വേണ്ടി ആഗ്രഹിക്കുക, ഒരു സ്ഥാനത്തിന് വേണ്ടി ആഗ്രഹിക്കുക. കർത്താവ് പറഞ്ഞ ഒരു വാക്ക്, സ്ഥാനമാനങ്ങളോടുള്ള ബന്ധത്തിൽ പറഞ്ഞൊരു വാക്ക് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളെ ഒരുവൻ അല്ലെങ്കിൽ ഒരുത്തൻ നിങ്ങളെ കല്യാണത്തിന് ക്ഷണിച്ചാൽ അല്ലെങ്കിൽ വിളിച്ചാൽ മുഖ്യ ആസനങ്ങളിൽ ഇരിക്കരുത്. ഇത് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു പ്രമാണമാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ ദാസന്മാരാണ്. ഒന്നാമൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും നിങ്ങൾ ഒടുക്കത്തോനാകണം, അവസാനത്തോനാകണം. ഇത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അപ്പൊ നിങ്ങളെ ഒരാളെ ഒരു ശുശ്രൂഷയ്ക്ക് വിളിച്ചാൽ അല്ലെങ്കിൽ ഒരു വിവാഹത്തിന് ക്ഷണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ മുഖ്യാസനം എടുക്കരുത്. ഇന്നത്തെ നമ്മുടെ മനോഭാവം, നമ്മിൽ അനേക നേതാക്കന്മാരുടെ, സഭയുടെ നേതൃത്വത്തിന്റെ മനോഭാവം എന്ന് പറയുന്നത്, ഏത് സ്ഥലത്ത് ചെന്നാലും എനിക്ക് മുഖ്യമായ ഒരു സ്ഥാനം ലഭിക്കണം. പല ആൾക്കാരും ഈ ശവസംസ്കാര വേളയിലും അതുപോലെ വിവാഹത്തിനൊക്കെ പങ്കെടുത്ത ശേഷം വന്ന് പറയുന്ന കംപ്ലൈൻറ്റുകൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്ക് ആ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ഞാൻ ചെന്നിട്ട് എനിക്കൊരു അനുസ്മരണം പറയാനുള്ള അവസരം പോലും തന്നില്ല, അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരം പോലും എനിക്ക് തന്നില്ല. ഇങ്ങനെ പറയുന്ന എത്രയോ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ, അങ്ങനെ ഈ കംപ്ലൈൻറ്റ് പറയുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്, പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു അവസരത്തിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ഒരു ആത്മീയ ശുശ്രൂഷയിൽ, ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു അവസരം കിട്ടിയില്ലെങ്കിൽ ഏത് മനുഷ്യനും ഏത് വ്യക്തിക്കും ഏത് സമയത്തും പ്രാർത്ഥിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് മനുഷ്യന്റെ മനസ്സിൽ സ്ഥാനത്തോടുള്ള ബന്ധത്തിൽ ഉള്ള ആ മനോഭാവമാണ്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യവും യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം കൂടെ ഒന്ന് തുല്യം ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ, താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ ഒരു വലിയ സത്യം കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000-ത്തെ പോഷിപ്പിച്ച ശേഷം നമ്മളവിടെ വായിക്കുന്നത്, യോഹന്നാൻ 6-ൽ വായിക്കുന്നത്, ജനം അവനെ പിടിച്ച് രാജാവാക്കാൻ ശ്രമിക്കുന്നു എന്ന് കണ്ടപ്പോൾ കർത്താവ് അവിടെ വിട്ടുപോയി. അതുപോലെ മത്തായിയുടെ സുവിശേഷം 14-ന്റെ 22-ൽ നമ്മൾ വായിക്കുന്നത്, ഈ അത്ഭുതം ചെയ്ത ശേഷം ജനം പിരിഞ്ഞു പോകുന്നതിനിടയിൽ വേഗത തന്നെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകുവാൻ വേണ്ടി നിർബന്ധിച്ചു എന്നാണ് വായിക്കുന്നത്. അപ്പൊ ഈ ജനം പിരിഞ്ഞു പോകുന്ന മുമ്പ് തന്നെ തൻ്റെ ശിഷ്യന്മാരെ എന്ത് ചെയ്യുക? കർത്താവ് തിരക്കിട്ട് തിടുക്കത്തിൽ എന്ത് ചെയ്തു?
അക്കരയ്ക്ക് പോകാൻ വേണ്ടി കർത്താവ് അവരെ നിർബന്ധിക്കുക. എന്തായിരിക്കും ഇതിന് കാരണം? കാരണം തന്നെ പിടിച്ച് ഈ അത്ഭുതം കണ്ട ശേഷം ജനം തന്നെ രാജാവാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആ കാര്യം ബോധ്യം വന്നപ്പോൾ അതിനു മുൻപ് എന്ത് ചെയ്യുക? കർത്താവ് ഈ ശിഷ്യന്മാരെ അക്കരയ്ക്ക് അയക്കുകയാണ്. കാരണം കർത്താവിന് അറിയാം ഈ ശിഷ്യന്മാരുടെ മനസ്സിലുള്ള ചിന്ത ഇതാണ്. ഈ സെബദിയുടെ പുത്രന്മാരുടെ അമ്മ വന്ന് ശുപാർശ ചെയ്ത കാര്യം കർത്താവിനറിയാം. തങ്ങളുടെ ഇടയിൽ, ശിഷ്യന്മാരുടെ ഇടയിൽ തന്നെ തങ്ങൾ ആരാണ് മുഖ്യൻ അല്ലെങ്കിൽ പ്രധാനി ആരാണ് എന്നുള്ള ആ ഒരു തർക്കം നിലനിൽക്കുന്നു എന്ന് ഉള്ളതറിയാം. അപ്പൊ തന്നെ രാജാവാക്കാൻ ശ്രമിക്കുന്ന ആ സന്ദർഭം ജനം ശ്രമിക്കുമ്പോൾ അത് കണ്ട് ശിഷ്യന്മാരുടെ ഇടയിൽ വീണ്ടും അടുത്ത മത്സരം ആരംഭിക്കും. പത്രോസ് ആണോ ആ രാജ്യത്തിലെ ഒന്നാമൻ, അതോ തോമസ് ആണോ എന്നുള്ള തർക്കമുണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കിയായിരിക്കാം കർത്താവ് ഈ അത്ഭുതം ചെയ്ത ഉടനെ ജനം പിരിഞ്ഞു പോകുന്ന മുമ്പ് തന്നെ ജനത്തെ അക്കരയ്ക്ക് പോകുവാൻ വേണ്ടി നിർബന്ധിച്ചത്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കർത്താവ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന വലിയൊരു സത്യമുണ്ട്. യോഹന്നാൻ സ്നാപകൻ, യേശുക്രിസ്തു ആ വ്യക്തിയെ കുറിച്ച് പറഞ്ഞ വാക്കിതാണ്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനായിട്ടില്ല. ആ വലിയ മനുഷ്യൻ പറഞ്ഞൊരു വാക്കാണ് നമ്മൾ യോഹന്നാൻ 3:30 വായിക്കുന്നത്, അവൻ വളരണം ഞാനോ കുറയണം. ഈ സുവിശേഷങ്ങളൊക്കെ നമ്മൾ വായിക്കുന്ന മറ്റൊരു പ്രസ്താവന യോഹന്നാൻ സ്നാപകൻ്റെതായിട്ട് ഇങ്ങനെയാണ്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് അഴിപ്പാൻ എനിക്ക് യോഗ്യതയില്ല. അപ്പോൾ സ്ഥാനമാനത്തെ, പദവിയെക്കുറിച്ചുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ മനോഭാവം, കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച ആ മനോഭാവം, അപ്പോസ്തലന്മാരുടെ ആ മനോഭാവം ഈ കാലഘട്ടത്തിലെ സഭകളുടെ പരിപാലകരായ നേതൃത്വത്തിലുള്ള ദൈവദാസന്മാർക്ക് ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഒരു നോട്ടീസിൽ പേര് മറ്റൊരു സ്ഥാനത്ത് അല്ലെങ്കിൽ മറ്റുള്ള ശുശ്രൂഷകന്മാരുടെ ഒക്കെ ശേഷമാണ് ഒരു പാസ്റ്ററുടെ, ഒരു സ്ഥലത്തെ ഒരു റീജിയനിലെ ഒരു പാസ്റ്ററുടെ, ഒരു സെൻട്രൽ പാസ്റ്ററുടെ പേര് കൺവെൻഷനിൽ നോട്ടീസിൽ പ്രിന്റ് ചെയ്ത് വന്നപ്പോൾ തൻ്റെ പേര് ആ കൺവെൻഷൻ്റെ പ്രസംഗയുടെ ഏറ്റവും അവസാനമാണ്, ഒടുവിലാണ് എന്നതിൻ്റെ പേരിൽ ഞാൻ ആ ശുശ്രൂഷയ്ക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ച ഒരു പാസ്റ്ററെ എനിക്ക് അറിയാം. അപ്പം മത്സരം, അതായത് എനിക്കൊന്നാമനാകണം, ഞാൻ വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പം ഇങ്ങനെയുള്ള മനോഭാവങ്ങളുള്ള ധാരാളം ആൾക്കാരെ ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ സഭയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് സഭയുടെ ഏറ്റവും വലിയ മത്സരം എന്ന് പറയുന്നത്, പ്രശ്നം എന്ന് പറയുന്നത് അധികാരത്തിന് വേണ്ടി ഉള്ള മത്സരങ്ങളാണ്. ബാവാ കക്ഷിയും മെത്ര കക്ഷിയും അതുപോലെ സഭയോടുള്ള ബന്ധത്തിലും ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ, സെക്രട്ടറി ആകുക, പ്രസിഡന്റ് ആകുക, അതിനുവേണ്ടിയൊക്കെ ഏതെല്ലാം തന്ത്രങ്ങൾ മെനയുന്ന ആൾക്കാരെ നമ്മുടെയൊക്കെ ഇടയിൽ ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇതിനൊക്കെ വ്യത്യസ്തമായ ഒരു മനോഭാവമായിരുന്നു നേതൃത്വത്തോടുള്ള ബന്ധത്തിൽ, സ്ഥാനങ്ങളോടുള്ള ബന്ധത്തിൽ കർത്താവിനും കർത്താവിൻ്റെ അപ്പോസ്തലന്മാർക്കും ഉണ്ടായിരുന്നത്. ഈ കാലഘട്ടത്തിലെ സഭകളുടെ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം പൗലോസ് പറയുന്നത് എങ്ങനെയാണ്? ക്രിസ്തുള്ള ആ മനസ്സ് തന്നെ നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഞാൻ വായിച്ച ഒരു ബുക്കിലെ വളരെ മനോഹരമായ ഒരു ദൃഷ്ടാന്തം ഇങ്ങനെയായിരുന്നു ഞാൻ വായിച്ചത്. ഒരു തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ വന്ന് നിന്നു. ആ റെയിൽവേ സ്റ്റേഷനിലെ ആ പ്ലാറ്റ്ഫോമിൽ ആപ്പിളൊക്കെ വിറ്റുകൊണ്ടിരുന്ന ഒരു കുട്ടി, ഒരു വികലാംഗനായ കുട്ടി, ദരിദ്രനായ കുട്ടി, അവൻ്റെ കയ്യിലെ ആ ആപ്പിൾ കൊട്ട ആടേ കൈകൾക്ക് തട്ടി താഴെ വീണു. ആ പല ആപ്പിളുകളും ആൾക്കാരുടെയൊക്കെ ആ കാൽ ചവിട്ടി ചതഞ്ഞറിഞ്ഞു. അപ്പോൾ അവനിത് കരഞ്ഞുകൊണ്ട് ആ രംഗം കണ്ട ആ കുട്ടി ശ്രദ്ധിച്ചത് ഒരു വളരെ മാന്യനായ ഒരു മനുഷ്യൻ ആ ജനത്തിൻ്റെ ഇടയിൽ നിന്ന്, അവിടെ കാലുകൾക്കിടയിൽ നിന്നും പൊട്ടാത്ത ചില ആപ്പിൾ എടുത്ത് അവൻ്റെ ആ കൊട്ടയിൽ വെച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ട്രെയിൻ മൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പുറപ്പെടാനുള്ള സൈറൻ മുഴങ്ങിയ ആ സമയത്ത് ആ മനുഷ്യൻ വേഗം തൻ്റെ പോക്കറ്റിൽ നിന്ന് ചില നോട്ടുകൾ എടുത്ത് ആ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, സാരമില്ല, ഇതുകൊണ്ട് നിന്റെ നഷ്ടം പരിഹരിച്ചു കൊള്ളുക. അങ്ങനെ പറഞ്ഞ് നീങ്ങി തുടങ്ങിയ ആ ട്രെയിനിലേക്ക് ആ മാന്യനായ മനുഷ്യൻ ചാടിക്കാൻ. അപ്പോൾ ആ സമയത്ത് ആ കുട്ടി ആ മനുഷ്യനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യം ഇങ്ങനെയാണ്, സർ, ആർ യു ജീസസ്? സാറേ, താങ്കളെ യേശുവാണ്. അപ്പം യേശു ക്രിസ്തുവിൻ്റെ ആ ഭാവം, ക്രിസ്തുവിൻ്റെ ആ മനോഭാവം ആ കുഞ്ഞിനെ, ആ മനുഷ്യനിൽ, അപരിചിതനായ ആ മനുഷ്യനിൽ കാണുവാൻ സാധിക്കും. ഇന്ന് ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൻ്റെ മനോഭാവം ക്രിസ്തുവിൻ്റെ ഈ മനോഭാവമായിരിക്കണം. ഈ ഒരു മനോഭാവത്തിലേക്ക് ക്രൈസ്തവ സഭ, പ്രത്യേകിച്ചും ക്രൈസ്തവ സഭയുടെ നേതാക്കന്മാരായിട്ടുള്ള സുവിശേഷകന്മാരും വൈദികന്മാരും പാസ്റ്റേഴ്സും മൂപ്പന്മാരും അച്ഛന്മാരും ഈ നേതൃത്വത്തിലുള്ള വ്യക്തികൾ ക്രിസ്തുവിൻ്റെ ആ ഭാവം ധരിക്കുന്നില്ല എങ്കിൽ, ആ സെർവന്റ് ലീഡർഷിപ്പ് എന്ന ആ ഒരു നിലയിലേക്ക് അവിടെ നേതൃത്വത്തെ അവർ കാണുന്നില്ല എങ്കിൽ നമ്മൾ വലിയ പ്രതിസന്ധിയിലൂടെ ഇനിയും മുൻപോട്ട് പോകും. സഭകളുടെ പരിഹാരത്തിന് ഒരു ആവശ്യം എന്ന് പറയുന്നത്
ക്രിസ്തുവിൻ്റെ ആ നേതൃത്വ മനോഭാവത്തിലേക്ക് മടങ്ങി വരിക. ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി വരുന്ന ദിവസങ്ങളിലെ ദൈവജനത്തെ പരിപാലിക്കുന്ന പരിപാലകരായിട്ട് സഭകളിൽ ജീവിക്കുക. ജനത്തിനു മുമ്പിലും ആ നിലയുള്ള വിനയവും താഴ്മയുമുള്ളവരായിട്ട് ക്രിസ്തുവിൻ്റെ ആ ഭാവം ഉൾക്കൊണ്ട് ജീവിപ്പാൻ ഈ എളിയ ചിന്തകൾ നമുക്ക് സഹായകരമായി തീരട്ടെ. ദൈവത്തിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്ക് ഈ ശുശ്രൂഷ അനുഗ്രഹമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവരെ പരിചയപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവത്തിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.